എല്ലാവർക്കും നമസ്കാരം. VF40 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഇന്നും SCERT MCQ ആണ് പഠിക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ അഞ്ചാമത്തെയും സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെയും ആറാമത്തെയും ചാപ്റ്ററാണ്. അതിൽ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോമ്പസ്, ഭൂപടം, ദെൻ ഗ്ലോബ്, കാർട്ടോഗ്രഫി, അതിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. വരയ്ക്കാം, വായിക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. 6ാമത്തെ ചാപ്റ്ററിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഡെമോക്രസി, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയൊക്കെ പറയുന്നു. ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററാണത്. അപ്പോൾ ആ 2 ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഒരു സ്ഥലത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ സ്ഥാനം കൃത്യമായ അളവുകളില്ലാതെ ലളിതമായി ചിത്രീകരിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? എന്താണ്? സ്കെച്ച് എന്നാണ് പറയുന്നത്, അല്ലേ? സ്കെച്ച്. ഇത് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഏറ്റവും 5ാം ക്ലാസ്സിലല്ലേ, ഏറ്റവും ബേസ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കാതെ നേരെ ഇതിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ലെവൽ കൂടി വരുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാറും, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം: ദിശ നിർണ്ണയിക്കുന്നതിനായി പണ്ടുകാലം മുതൽ നാവികർ ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ്? കോമ്പസ് അഥവാ വടക്കുനോക്കി യന്ത്രം. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം എപ്പോഴും ഏത് ദിശയാണ് സൂചിപ്പിക്കുന്നത്? വടക്ക്, അല്ലേ? വടക്ക് ദിശ. ഭൂപടത്തിൻ്റെ വലത് ഭാഗം ഏത് ദിശയാണ് സൂചിപ്പിക്കുന്നത്? വലത്. കിഴക്ക്. ഗോളാകൃതിയുള്ള ഭൂമിയുടെ കൃത്യമായ മാതൃകയെ എന്താണ് വിളിക്കുന്നത്? ഗോളാകൃതിയുള്ള ഭൂമിയുടെ കൃത്യമായ മാതൃകയെ നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നു. ഭൂമിയെ വടക്കേ അർദ്ധഗോളമെന്നും തെക്കേ അർദ്ധഗോളമെന്നും 2ആയി വിഭജിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക വൃത്താകൃതിയുള്ള രേഖകളേവ? ഏതാണത്? അത് അക്ഷാംശ രേഖകൾ, അല്ലേ? അക്ഷാംശ രേഖകളാണ്. വടക്ക് ധ്രുവത്തെയും തെക്ക് ധ്രുവത്തെയും ബന്ധിപ്പിച്ച് അർദ്ധവൃത്താകൃതിയിൽ വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? അത് രേഖാംശ രേഖകളാണ്, അല്ലേ? രേഖാംശ രേഖകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, അല്ലേ? അക്ഷാംശ രേഖകൾ എങ്ങനെയായിരുന്നു? ഇക്വേറ്ററിന് സമാന്തരമായിട്ട് വരുന്നത്. അടുത്തത്: താഴെ പറയുന്നവയിൽ ഒരു ഭൂപടത്തിൻ്റെ അവശ്യ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? തലക്കെട്ട്, ദിശ, സൂചിക, ഇവയെല്ലാം വരും, അല്ലേ? ഭൂപടത്തിന് അതെല്ലാം ആവശ്യമാണ്. ഭൂപടത്തിലെ അടയാളങ്ങളും നിറങ്ങളും ചിഹ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഏത് ഭാഗത്ത് അതിനെ പറ്റിയിട്ട് പറയുണ്ടാവുക? സൂചിക, അല്ലേ? സൂചികയിലാണ് കേട്ടോ. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് സമുദ്രപാത കണ്ടെത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? വാസ്കോ ഡ ഗാമ. 1498 മെയ് 20 ഇന്ത്യയിൽ എവിടെയാണ് കപ്പലിറങ്ങിയത്? കോഴിക്കോട് കാപ്പാട്, അല്ലേ? കാപ്പാട് കടപ്പുറം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം. ഭൂമിയിലെ ഏറ്റവും വലിയ വിസ്തൃതമായ കരഭാഗങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഏറ്റവും വലിയ വിസ്തൃതമായ കരഭാഗങ്ങളെ വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ. അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിയോ ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന സംവിധാനമാണ് ഏതാണ്? ജനാധിപത്യം, അല്ലേ? അടുത്ത ചോദ്യം: ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിയോ ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന സംവിധാനം ഏതാണ്? ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിയോ. ഏതാ വരുന്നത്? ജനാധിപത്യം, അല്ലേ? ജനാധിപത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് നിർവചിച്ചത് ആരാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്നത് എന്ന് നിർവചിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്, അല്ലേ? എബ്രഹാം ലിങ്കൺ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മുടെ എബ്രഹാം ലിങ്കണിൻ്റെയും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നതുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ.
ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എബ്രഹാം ലിങ്കണാണ്. ഓക്കെ. പിന്നെ ഡെമോക്രസിയെ പറ്റി പറയുന്നുണ്ട്. അതായത് എന്താണ്, നമ്മുടെ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് അല്ലേ, ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞ ജനങ്ങളും ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, അതായത് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. അതുകൂടി ഓർത്തിരിക്കുക. ഡെമോക്രസി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് നിർവചിച്ചത് ആരാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് നിർവചിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ് കേട്ടോ. എബ്രഹാം ലിങ്കൺ. ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ജനങ്ങളും അംഗങ്ങളായ വേദി ഏതാണ്? അതാണ് ഗ്രാമസഭ അല്ലേ, ഗ്രാമസഭ. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിലും തീരുമാനങ്ങളിലും പങ്കാളികളാകുന്ന ജനാധിപത്യ രീതി ഏതാണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിലും തീരുമാനങ്ങളിലും പങ്കാളികളാകുന്നത് ഏതാത്? അതാണ് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം. ഓക്കെ. ഇനി ഇന്ത്യയെ പോലെ ജനസംഖ്യയും വിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ജനാധിപത്യ രീതി ഏതാണ്? ഇന്ത്യയിൽ ഏതാണ് വരുന്നത്? പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ ഏതാണ്? കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും ഏപ്രിൽ 27 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? നിയമസഭാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നിയമസഭാ ദിനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ഇന്ത്യയിലുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? തിരഞ്ഞെടുപ്പ് നടത്താൻ ഏതാണ് വരുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. ഇന്ത്യയിൽ ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്താണ്? ജനുവരി 25. വോട്ടേഴ്സ് ദിനം എന്നാണ്? ജനുവരി 25. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സമ്മതിദായകർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഏതാണ്? EPIC, വോട്ടേഴ്സ് ID കാർഡ് അല്ലേ, വോട്ടർ ID കാർഡ്. താഴെ പറയുന്നവയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കിയേ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാ വരുന്നത്? മുനിസിപ്പാലിറ്റി ആണ് അല്ലേ, മുനിസിപ്പാലിറ്റി. ലാസ്റ്റ് ചോദ്യം, നഗരപ്രദേശങ്ങളെ ഗ്രാമസഭയ്ക്ക് തുല്യമായി ചേരുന്ന ജനകീയ വേദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രാമസഭയ്ക്ക് തുല്യമായിട്ട് നഗരസഭ ഏതാണ്? നഗരസഭയിൽ വാർഡ് സഭ. നഗരപ്രദേശങ്ങളിൽ ഏതാണ്? വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം 2 ചാപ്റ്ററിൽ നിന്നുമായിട്ട് 30 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഇതുപോലുള്ള MCQ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നമ്മൾ ആ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്തിട്ടാണ് MCQ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. താങ്ക്